ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ മണ്ടനായിരിക്കുന്ന കുറേ ജീൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് കുറച്ച് നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ലാത്ത കുറച്ച് പഴകിയ അത് മുഷിഞ്ഞ് അഴുക്കായി പോയ കുറച്ച് ജീൻസാണ്. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല, കളറൊക്കെ മങ്ങിപ്പോയി. അപ്പോൾ അതായിട്ട് ആ ജീൻസിനെ വേറൊരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ എന്ന് ഞാനിങ്ങനെ എന്തോ ഒരു വീഡിയോയിൽ എന്തോ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ അതിന് പറ്റുമെന്ന് അവർ പറഞ്ഞ കുറേ സാധനങ്ങൾ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഡ്രസ്സ് ഡൈ ചെയ്യുന്ന സാധനമാണേ. ഇതുണ്ടോ, ഇങ്ങനത്തെ പാക്കറ്റിൽ ഇങ്ങനെ 3 പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. 20 രൂപയാണ് ഓരോ പാക്കറ്റിനും. ദെൻ അത് നമ്മുടെ നമ്മൾ കളർ ചെയ്യുന്ന ആ കളറിനെ ഫിക്സ് ചെയ്യാനുള്ള ഒരു ലോഷനാണ്, സൊല്യൂഷൻ. അതാണ് ഈ സാധനം. അതും 3 ഉണ്ട്. സോ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ മണ്ടൻ ജീൻസുകൾ ഞാൻ കാണിക്കാം. ഈ 3 ജീൻസാണ് ഞാൻ ലുക്ക് മാറ്റാൻ വേണ്ടി പോകുന്നത്. ഇത് ആക്ച്വലി ഒരു ബ്ലൂ ജീൻസ് ആയിരുന്നു. ഇത് ഞാൻ എന്തോ ചെയ്ത് വന്നപ്പം ഇതിൻ്റെ കളർ ആക്ച്വലി പോയതാണ്. ഇത് നല്ലൊരു ജീൻസ് ആയിരുന്നു കേട്ടോ, പക്ഷേ നല്ല പക്ക ബ്ലൂ ആയിരുന്നു. ദെൻ ഈ ഒരു ജീൻസ് ഇത് ഒത്തിരി മുഷിഞ്ഞ് പോയതല്ല, ഇതിൻ്റെ കളർ പോയതാണ്. ആക്ച്വലി ഇത് നല്ലൊരു നൈസ് ജീൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ വേറെ ഒരെണ്ണം അതുപോലെ ഈ ഒരു ജീൻസ്, ഇത് ആക്ച്വലി നല്ലൊരു ജീൻസ് ആയിരുന്നു. കുറച്ച് ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജീൻസാണ്. കളർ പോയപ്പോൾ ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഈ 3 ജീൻസിനെയാണ് നമ്മളിന്ന് ലുക്ക് ചേഞ്ച് ആക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഇതിൻ്റെ കടം ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ പേര്. ഇത് ബ്ലാക്ക് കളറാണേ. പല കളേഴ്സിൽ നമുക്കിത് മേടിക്കാം. അത് കണ്ടോ, കോട്ടൺ, നൈലോൺ ഇങ്ങനെ. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ, ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കൊരു ലിങ്ക് വരും. ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പല ഓപ്ഷൻസ് കാണിക്കും. നമ്മുടെ മെറ്റീരിയൽ ഏതാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് വീഡിയോ ആണോ വരുന്നത് ആ വീഡിയോ കണ്ടിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഡെനിം മെറ്റീരിയൽ ജീൻസിനാണ് ചെയ്യുന്നത്. സോ ഞാൻ ജീൻസിൻ്റെ വീഡിയോ ആണ് ഞാൻ പ്ലേ ചെയ്ത് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് പല കോട്ടൺ ആയിക്കോട്ടെ, നൈലോൺ ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെ പല രീതിക്ക് യൂസ് ചെയ്യാം. വൂള്, സിൽക്ക്, ജോർജറ്റ്, എല്ലാം, ഷിഫോൺ മെറ്റീരിയൽ, അങ്ങനെ എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാനൊരു 4 സ്പൂൺ ഉപ്പിടുന്നുണ്ട്, കാരണം എനിക്ക് 2 ജീൻസ് ഉള്ളതുകൊണ്ടാണേ. ഇവിടെ തന്നെയാണ് ഉപ്പിരിക്കുന്നത്. ഒരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 1 സ്പൂൺ കൂടെ ഇടുന്നുണ്ടേ. ഇത്രയും ഉപ്പിട്ടിട്ട് നമുക്കിത് തിളപ്പിക്കാം. ഇത് ഏകദേശം തിളയ്ക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പൗഡർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ, കളർ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം എന്നാന്ന് ചോദിച്ചാൽ തിളച്ച് കഴിയുമ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കപ്പോൾ ജീൻസ് അങ്ങ് ഇടാമല്ലോ. അതുകൊണ്ട് തിളയ്ക്കുമ്പോഴത്തേനും ജീൻസ് ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ എൻ്റെ തന്നെ തീരുമാനങ്ങളാണേ. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരാളുള്ളതുകൊണ്ട് ഞാൻ വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹായ്, ഓ മൈ ഗാഡ്, വാട്ട് എ സാറ്റിസ്ഫാക്ഷൻ. കണ്ടാ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു കറുപ്പ് കളർ തന്നെയാണോ എന്ന്. ആ ഡൗട്ട് ഉണ്ട്, മാറി കിട്ടി. കയ്യിലൊരു ഗ്ലൗസ് ഇടുന്നത് നല്ലതാണേ. ഇനി തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് ജീൻസ് ഇട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് നമ്മളിങ്ങനെ മുക്കാതെ പൊക്കി പിടിച്ചിട്ട് പയ്യെ അതിൻ്റെ എല്ലാ പോർഷനും ഈ ഒരു സൊല്യൂഷനിൽ മുങ്ങി വരുന്നത് നമ്മൾ കൺഫേം ചെയ്യണം കേട്ടോ. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോസിലും പല ആളുകളും ചെയ്യുന്നത് കണ്ടായിരുന്നു, പലയിടത്തും കളർ പിടിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മങ്ങിയായിരിക്കും കളർ വരുന്നത്. അപ്പോൾ ആദ്യം കളർ മുക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് നല്ല പോലെ കളറാവും, നല്ല ജെറ്റ് ബ്ലാക്ക് ആവും. അത് ഏത് കളറാണെന്നുണ്ടെങ്കിലും ആ ഒരു നല്ല കളർ വരും. ദെൻ ഓരോന്നും ചെറിയ അടുത്ത ഇപ്പോൾ ഈ മുക്കുന്നതിന് ചെറിയ അതുപോലെ തന്നെ ഒരു കളർ വരും. മൂന്നാമത് മുക്കുന്നതിന് കുറച്ചൊരു ബ്ലാക്ക് കളറായിരിക്കും. അത് അങ്ങനെ കളർ കുറഞ്ഞു വരും കേട്ടോ. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു 3 ജീൻസാണ് മാക്സിമം പറ്റത്തുള്ളൂ. ഞാൻ മാക്സിമം 3-4 എണ്ണം എനിക്ക് പറ്റുന്ന വേറൊരു ജീൻസ് അവിടെ ഇട്ടുന്നത് അത് എടുത്ത് ഞാൻ മുക്കി, 2 ടോപ്പ് മുക്കി,
അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ മുക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണെങ്കിലും അതിൻ്റെ എല്ലാ പോർഷൻസും ഈ സൊല്യൂഷൻ വീഴുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇത് മുറ്റത്ത് കൊണ്ടുവച്ച് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ വെള്ളം കുറച്ചൊന്ന് പോകണം. ഇപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് പിഴിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എവിടെയെങ്കിലും കളർ പിടിക്കാത്തതുണ്ടോ എന്ന്. എന്നിട്ട് അലക്ക് കല്ലിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും മറ്റേ സൊല്യൂഷൻ ഡൈയിങ് സൊല്യൂഷനിൽ മുക്കിയെടുക്കാവേ. ഇനി നമ്മൾ ഡൈയിങ് സൊല്യൂഷനാണേ. ഇതിലേക്ക് കത്രികയുടെ കോലം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്, മുറിയുന്നില്ല. നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് എന്ന് വെച്ചാൽ എനിക്കെന്തോ ഞാനെന്തോ ഭയങ്കര സംഭവം ചെയ്ത പോലത്തെ ഒരു ഫീല് വന്ന സംഗതിയാണേ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ജീൻസ് അല്ല. ആദ്യം ഞാൻ മുക്കിയ ജീൻസ് ഇതല്ല. ഇതൊരു ഗ്രേ കളറിൽ ഉണ്ടായിരുന്ന ജീൻസാണ്. ആക്ച്വലി ഞാൻ ഇതിന്റെ ബിഫോർ എടുത്തിട്ടില്ല. കാരണം സ്ഥലം കണ്ടപ്പോൾ ചുമ്മാ ഒന്നും കൂടെ മുക്കിയേക്കാം എന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതെടുത്ത് മുക്കിയതാണ്. അത് അടിപൊളിയായി കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായി കണ്ടോ. എങ്ങും കളർ അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഇത് ഒന്നാമത്തെ ജീൻസ്. ദെൻ ഒരു ജീൻസ് ഞാൻ ഇട്ടിരിക്കുവാണേ, വെറുതെ എന്തിനാ എവിടെയും പോവല്ലേ, അപ്പൊ അത് ഇട്ടേക്കാന്ന് വിചാരിച്ചു. രണ്ടാമത് ഈ ഒരു ജീൻസാണ്. ഇതൊരു ബ്ലൂ കളറോട് ജീനായിരുന്നേ കണ്ടോ. പക്ക ബ്ലാക്കായി. പക്ക ബ്ലാക്ക് എന്ന് വെച്ചാൽ എല്ലായിടത്തും ബ്ലാക്ക് കണ്ടോ. എങ്ങും നമ്മൾ ഈ അവിടെ ഇവിടെയൊക്കെ കളറായിട്ട് പിടിച്ചിരിക്കില്ലേ, അതൊന്നുമില്ല. എല്ലായിടത്തും ഒരേ കണക്കിന് കളർ വന്നു, ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെ അടിപൊളിയായി. ദെൻ ലാസ്റ്റ് ആണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു ജീനായിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കളർ ഭയങ്കരമായിട്ട് ഫെയ്ഡായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് ഒരു കുഴപ്പവും ഇല്ലാതെ പുത്തൻ ജീൻസ് പോലെയായി. പുത്തൻ ഒരു ബ്ലാക്ക് ജീൻസ് നമ്മൾ മേടിച്ചാൽ എങ്ങനെ അതുപോലായി. പിന്നെ ഉണ്ടല്ലോ എൻ്റെ അനിയത്തി എൻ്റെ 2 ബനിയൻ, ഒന്ന് അവളുടെ ഒന്ന് എൻ്റെ ആയിരുന്നു. അപ്പൊ അതിനകത്ത് അവളിങ്ങനെ കളർ എന്തോ കാണിച്ച് അവൾ കഴിക്കുകയോ എന്തോ ചെയ്തപ്പോൾ കളർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇതൊരു പിങ്ക്, ഒരു ലൈറ്റ് ബേബി പിങ്ക് ഒരു ബനിയനായിരുന്നേ. എന്നിട്ട് ഇവിടെ എങ്ങാണ്ട് ഇച്ചിരി എന്തോ കളർ എന്തോ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ. പക്ഷെ അന്നേരം ഞാനിതങ്ങ് ബ്ലാക്കിൽ മുക്കിയപ്പോൾ ഇതൊരു ഗ്രേ ഷെയ്ഡായി പിങ്ക്. കാരണം നമ്മൾ ബ്ലാക്ക് കുറെ മുക്കിയല്ലോ, അപ്പൊ ആ ബ്ലാക്കിന്റെ കളർ കുറച്ചൊന്ന് മങ്ങിയിട്ട് ഈ ഒരു കളറിൽ കിട്ടിട്ടോ, ഗ്രേ കളറിൽ കിട്ടി. എന്നിട്ട് കണ്ടോ ഈ ഒരു രീതിയിൽ നോർമൽ ഒരു ബനിയൻ, നമുക്ക് കുറച്ച് 2 ഷെയ്ഡായിട്ട് വരുന്ന ഒരു ബനിയൻ പോലെ അങ്ങനെ കിട്ടി. ദെൻ എൻ്റെ ഒരു യെല്ലോ ടീഷർട്ട് ഉണ്ടായിരുന്നു, ടീഷർട്ട് അല്ല ബനിയൻ, ഓക്കെ. അതിനെ ഇങ്ങനെ ആക്കിയെടുത്തു. അതിനെ ഇവിടെ എന്തോ ഇങ്ങനെ ഒരു കളർ അവൾ എന്തോ പിടിപ്പിച്ചിട്ട് അതെനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ ചുമ്മാ ഒരു പരീക്ഷണം പോലെ മുക്കിയതാണ്. അപ്പൊ ഇതൊരു എന്താ പറയാ, ഒരു ഗ്രീൻ, വേറൊരു വ്യത്യസ്ത തരം ഒരു ഗ്രീൻ കളർ പോലെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ചൊരു ഇങ്ങനെ ഒരു കളർ വന്നേക്കുന്നതുകൊണ്ട് അത് ആക്ച്വലി ഇതിന്റെ ഒരു നോർമൽ ഷെയ്ഡ് പോലെ തന്നെ ഫീൽ ചെയ്തു. അല്ലാണ്ട് കളർ പോയതായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇതിന്റെ തന്നെ ഒരു വ്യത്യസ്ത കണ്ടോ, ഒരു 2 ഷെയ്ഡ് മിക്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ഈ ഒരു ഫ്ലവർ ആണെന്നുണ്ടെങ്കിലും ഇതൊരു നല്ല ബ്ലൂവും ഇതൊരു നല്ല വൈറ്റും ആയിരുന്നു. വൈറ്റ് അങ്ങനെ തന്നെ നിന്നു, ബ്ലൂ വന്നിട്ട് ചെറിയൊരു രീതിക്ക് ഒന്നൊരു ഗ്രേ ഷെയ്ഡിലേക്ക് പോയി. അപ്പൊ ഇത് ആക്ച്വലി ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ ഒരു ജീനുള്ളത് ഞാൻ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു 3 പാക്കറ്റ് നമ്മുടെ കളർ ഡൈന്റെ പൗഡർ കൊണ്ട് 3 പാക്കറ്റ് കൊണ്ട് ഞാൻ 4 ജീൻസും 2 ടോപ്പും, അതായത് ഇപ്പൊ ഞാൻ കാണിച്ച 2 ബനിയൻ ടോപ്പും, ഇത് രണ്ടും ഞാൻ കളർ മാറ്റി പുതിയതുപോലെ ആക്കിയെടുത്ത് എനിക്ക് അതിനി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മുന്നേ എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഡൈയിങ് സൊല്യൂഷൻ ഞാൻ 2 യൂസ് ചെയ്തതിൽ ഒരെണ്ണം ഞാൻ അല്ലാതെ മാറ്റി വെക്കുക ചെയ്തത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, നമ്മള് പല ടോപ്പും നമ്മുടെ പല വെനിയൻസും നമ്മൾ ഇങ്ങെടുത്ത് കളയാണ് നമ്മള്, കാരണം ഉപയോഗിക്കാൻ പറ്റില്ല, എങ്ങനെയൊക്കെ എന്തെങ്കിലും കറ പറ്റിയ. പക്ഷെ ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോ അമ്മ പറയാം, അമ്മയ്ക്ക് അത് മുന്നേ ചെയ്തിട്ടുണ്ട്. അവർക്ക് ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വൈറ്റ് ഡ്രസ്സ് മേടിച്ചിട്ട് അവർ കളർ മുക്കിയിട്ട് പല പല കളറാക്കി എടുക്കും. കളർ ഡ്രസ്സിന് വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടെ വില കൂടുതലാണ്. അപ്പൊ വൈറ്റ് മേടിച്ചിട്ട് അങ്ങനെ പല പല കളറാക്കി എടുക്കുന്നു.
അമ്മയൊന്നും മിണ്ടിയിട്ടില്ല. ഞാനിത് മറ്റേ എന്തോ വലിയ കാര്യം പോലെയാണ് ഞാൻ വന്നത്. അപ്പൊ അവർക്കൊക്കെ അറിയായിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഗുണമായി. കാരണം എന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ഹെൽപ്പ് ചെയ്തു. കാരണം അമ്മയ്ക്ക് ഇത് ഓൾറെഡി അറിയാം. അമ്മ അത് കണ്ടിട്ടുണ്ട് ചെറുതായിരിക്കുമ്പോൾ. അങ്ങനെ. അപ്പോൾ എനിവേസ് നിങ്ങൾക്ക് പോയ ജീൻസ്, ഷർട്ട് അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മളെന്തോ ഒരു കാര്യം നേടിയെടുത്തൊരു ഫീല് നമുക്ക് കിട്ടും ഇതിന്റെ ഒരു ഔട്ട്പുട്ട് കാണുമ്പോൾ. ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഒരു കാര്യം കൂടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.